ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വിളിച്ചാൽ ഗൈസ് ഇന്നലെ കേരള ജയിച്ചിട്ടുണ്ട്. ഗൈസ് ഇന്നലെ മഞ്ഞ ഇട്ടുള്ള ദിവസമായിരുന്നു. കാരണം CSKയും ജയിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സും ജയിച്ചു. ഗൈസ് അത് ബംഗളൂരുവിൻ്റെ ഹോം ഗ്രൗണ്ട് ഇതുവരെ നമ്മൾ ജയിച്ചിട്ടില്ല. നമ്മളവരെ 2-1 തോൽപ്പിച്ചു ഗൈസ്. പിന്നെ ബംഗളൂരു ഒരാളെ കുറവാണ് കളിച്ചതെങ്കിലും നമ്മൾ അത്യാവശ്യം ഈ സീസണിൽ ഇത്രയും കളിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച കളി ഇന്നലത്തെ കളിയായിരുന്നു. പിന്നെ നമ്മുടെ പുത്തൻ സൈനിങ് കരീം ബെനാറിഫൊക്കെ നൈസ് ഗൈസ് താരം ഒരു 40 മിനിറ്റ് ആയപ്പോഴാണ് കളിക്കാൻ കയറിയത്. മത്യാസിന് പകരം റൊട്ടേറ്റ് ചെയ്ത് കയറുമായിരുന്നു. ഗൈസ് അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു താരം തന്നെയാണ് കരീം ബെനാറിഫ്. താരം സൂപ്പറായിട്ട് തന്നെ മിനിറ്റ് കൺട്രോൾ ചെയ്ത് കളിച്ചു. പിന്നെ നമ്മുടെ വിക്ടർ വെട്രോമിയോ ആണ് ഒരു ഗോൾ അടിച്ചത്. അത് നൈസ് ഫിനിഷിങ് തന്നെയായിരുന്നു. എബിൻദാസിൻ്റെ ഒരു നൈസ് പാസ്. പിന്നെ അത് കഴിഞ്ഞടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ സൈനിങ് ആയ ഫ്രാഞ്ചോ എന്ന് പറയുന്ന ഒരു പുതിയ താരമാണ്. താരം അറ്റാക്കിംഗ് മിഡായിട്ടാണ് കളിച്ചത്. പക്ഷേ ഗൈസ് ആ ഒരു റൈറ്റ് വിങ്ങിൽ കൂടെ വെട്ടിച്ച് ഗുർപ്രീതിൻ്റെ നടയിട്ടാണ് ഗൈസ് ഗോൾ അടിച്ചത്. വിഷയം ഗോളെന്ന് പറഞ്ഞാൽ അത് നൈസ് ഗോൾ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ 2-1 കളി ജയിച്ചു. എന്തായാലും ഗൈസ് സന്തോഷമേ ഉള്ളൂ ഗൈസ്. അതുപോലെ CSKയും ഇന്നലെ ജയിച്ചു ഗൈസ്. സഞ്ജുവിനെ കുറേ പേര് കളിയാക്കി. പിന്നെ ഇത് തുടങ്ങി സഞ്ജു കളിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഗൈസ്. അത് ഇന്നലെ സഞ്ജു മാറ്റി കൊടുത്തിട്ടുണ്ട്. 115 റൺ എടുത്ത് CSK ജയിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. താരം സൂപ്പർ ബാറ്റിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം നൈസായിട്ട് തന്നെ ബാറ്റിംഗ് എടുത്തു. ഇന്ത്യൻ ടീമിൽ കളിച്ചപ്പം 89 റൺസൊക്കെ എടുക്കാൻ പറ്റിയുള്ളായിരുന്നു. ഇന്നലത്തെ കളിക്ക് അങ്ങ് സെഞ്ചുറി എടുത്തു. ചേട്ടൻ കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇന്നലെ മന്ന ടീമുകാരുടെ ദിവസമായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.